യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി പഫ്സ് ആണ്. ഇതൊരു മലേഷ്യൻ സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പഫ്സിന്റെ ഫില്ലിങ്ങിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലൊക്കെ മാറ്റി മിക്സി ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് പഫ്സിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഫ്സിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നന്നായി വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സവോള കൊത്തി എരിഞ്ഞത് ചേർക്കാം. ഇനി ഈ സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ സവോള എല്ലാം ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഫ്സിനുള്ള ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഫ്സ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു മുൻപേ നമുക്കൊരു മൈദ പേസ്റ്റ് തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു പേസ്റ്റ് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈ മാവെടുത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കണം. ഒരു കപ്പ് മാവിൽ നിന്ന് 5 ചെറിയ ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ ഉരുളകളും ചപ്പാത്തിയായി പരത്തി എടുത്തു വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ മൈദ പരത്തിയെടുത്തത് ഓരോന്നായി എടുത്ത് അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ പേസ്റ്റ് തേച്ചു കൊടുക്കാം. ഈ ഷീറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും മൈദ പേസ്റ്റ് എത്തുന്ന രീതിയിൽ നന്നായി തേച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും മൈദ പേസ്റ്റ് നന്നായി തേച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ മൈദ മാവ് തേച്ച് മാവ് തൂവിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ ലെയറും നമ്മൾക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഷീറ്റുകളും ഇതുപോലെ ലെയർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ഉള്ളില് നല്ല ലെയർ ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒരു ചെറിയ പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നടുവിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിംഗ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മടക്കിയെടുത്ത് അറ്റമെല്ലാം നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ അറ്റമെല്ലാം ഉള്ളിലേക്ക് ചെറുതായി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. നന്നായി സീൽ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ചെറുതായി ഒന്ന് അമർത്തി ഒരു ചെറിയ ഡിസൈൻ ആക്കി കൊടുക്കാം. ഇപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയെല്ലാം ചെയ്തെടുത്തു വെക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പപ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.